ഇവിടെ ഒരു റോബോട്ട് മതിൽ ചാടാൻ നോക്കി, പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി സമ്മതിച്ചില്ല. പക്ഷെ ആ റോബോട്ടിന്റെ ചാർജ് ആണെങ്കിലോ തീരാനും പോകുന്നു. റോബോട്ട് അപ്പുറത്തെ ഒരു കാർ ഷോറൂമിലേക്ക് പോകുന്നു. അവിടുത്തെ മാനേജറും ആൾക്കാരൊക്കെ റോബോട്ടിനെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, വരൂ സാർ, ഇവിടെ പുതിയ കളക്ഷൻ കാറൊക്കെ ഉണ്ട്, കമോൺ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അവിടെയുള്ള കാറുകളൊക്കെ നോക്കിയിട്ട് റോബോട്ട് അതിൽ ഏറ്റവും കൂടുതൽ ചാർജ് കിട്ടുന്ന കാറുകൾ സെലക്ട് ചെയ്തു. അതിലെ ഒരു കാറ് കണ്ടിട്ട് റോബോട്ട് ആ കാറിന്റെ ഡോർ തുറക്കാൻ പോയി. പക്ഷെ അപ്പോഴേക്കും ചാർജ് തീർന്ന് അവിടെ കുഴഞ്ഞു വീണു. അപ്പൊ ഉണ്ട് മാനേജർ അപ്പുറത്ത് കൂടി നോക്കിയിട്ട് പറയുന്നു, താഴെയൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളി കാറാണ് സാർ, ഉള്ളിലേക്ക് കയറി നോക്കെന്ന് പറഞ്ഞ് റോബോട്ടിനെ വണ്ടിയിൽ കയറ്റി. എന്നിട്ട് മാനേജർ ഫ്രണ്ടിൽ കയറിയിട്ട് കാറിനെ കുറിച്ച് കുറെ പറഞ്ഞു. ചുളിവിൽ റോബോട്ട് ചാർജർ കൊണ്ട് കാറിലെ ചാർജ് ഫുള്ള് വലിച്ചെടുത്തു. റോബോട്ട് നല്ല സുഖമായിട്ട് കാറിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ മാനേജർ പറഞ്ഞു, സാറിന് കാറ് വല്ലാണ്ടങ്ങ് ഇഷ്ടമായില്ലേ എന്ന്. റോബോട്ട് ഫുള്ള് ചാർജായി, ചാർജർ ഊരിയപ്പോൾ കാർ ഫുൾ ഓഫായി. മാനേജർ ഞെട്ടി, എന്നാലും ഇങ്ങനെ ഇപ്പൊ ഇതെന്ന് വിചാരിച്ചു. അപ്പൊ റോബോട്ട് പറഞ്ഞു, സാരല്ല, അവിടെ വേറെ കാറുണ്ടല്ലോ, നമുക്ക് അടുത്ത കാറിൽ കയറി നോക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങി അടുത്ത കാറിൽ കയറി. അതിലും ചാർജർ കുത്തി ചാർജായി. അങ്ങനെ ഒന്നിൽ കയറും ചാർജ് ആവും, അടുത്തേൽ കയറും ചാർജ് ആവും. അങ്ങനെ ആ ഷോറൂമിലെ വണ്ടിയിൽ ഫുള്ള് ചാർജ് വലിച്ചെടുത്ത് റോബോട്ട് ചാർജായി അവിടെ നിന്ന് പോയി. ഈ കഥ കേട്ടിട്ട് നിങ്ങളും ചാർജായില്ലേ?